വിജയ് ഗണപതി ബാനറിൽ പുറത്തുവരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഫ്രീഡം. ഫ്രീഡം സിനിമയുടെ ട്രെയിലർ കുറച്ചു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സത്യശിവയാണ്. ശശികുമാറിനു വേണ്ടിയാണ് ഈ പടം ഒരുങ്ങുന്നത്. മലയാളത്തിൽ നിന്നും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സുദേവ് നായരും ലിജിമോളും ആണ്. ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 14-നാണ് റിലീസാകുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത്, വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സൂര്യ 47 ജിത്തു മാധവ്, അതായത് ആവേശം, രോമാഞ്ചം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെടുത്ത ജിത്തു മാധവ് ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വടച്ചെന്നൈ 2 എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ ചിത്രവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത്, സത്യത്തിൽ ഇനി വരാൻ പോകുന്നത് വാർ തന്നെയാണ്. കലാനിധിമാരനും ആദിത്യ ചോപ്രയും തമ്മിലുള്ള വാർ ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ഫിലിം ക്ലാഷ് ആയിരിക്കും നമ്മളിനി കാണാനിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോകേഷ് കനകരാജ് ചിത്രത്തിൽ വൻ താരനിരകളാണ് അണിനിരക്കുന്നത്. തമിഴിൽ നിന്നും ശിവകാർത്തികേയൻ, രജനീകാന്ത്, സത്യരാജ് എന്നിവരാണ് തമിഴിൽ നിന്നുമുള്ളത്. ടോളിവുഡിൽ നിന്നുമാണെങ്കിൽ ഉപേന്ദ്ര റാവുവും നാഗാർജുനയുമാണ് വരുന്നത്. ബോളിവുഡിൽ നിന്നാവട്ടെ അമീർ ഖാനും. ഇതിൻ്റെ കൂടെ മത്സരിക്കാനാവട്ടെ സാക്ഷാൽ വാർ തന്നെയാണ് വരുന്നത്. അതെ, വാർ 2. ഒരേ ദിവസമാണ് 2 സിനിമയുടെ റിലീസ് ഡേറ്റുകൾ വരുന്നത്. അയാൻ മുഖർജി ഡയറക്റ്റ് ചെയ്യുന്ന വാർ 2-ൽ ഋതിക് റോഷൻ, NTR, കൈറ അദ്വാനി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാർ 2 IMAX തിയേറ്ററുകൾ എല്ലാം അങ്ങ് എടുത്തു എന്നും ഓവർസീസ് കൺട്രീസിലുള്ള റിലീസുകൾ കൂലി എടുത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചർച്ചാ വിഷയമാക്കുന്ന ഒന്നാണ് വാർ 2-ൻ്റെയും കൂലിയുടെയും റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള കാര്യം. ഈ 2 സിനിമകളുടെയും റിലീസ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 14-ാം തീയതിയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമാകും. നിങ്ങൾ ഏത് സിനിമയായിരിക്കും ആദ്യം കാണാൻ പോകുന്നത്? ഏത് സിനിമയായാലും കാണാൻ പോകുന്ന സിനിമ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.